നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ സീസണിലുള്ള ഒരുക്കത്തിലാണ് ലോക ചാമ്പ്യന്മാരായ ചെൽസി. ഇപ്പോൾ അവരുടെ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കാൻ പോകുന്നു. നാളെ ലെവർക്യൂസനുമായിട്ട് രാത്രി ഇന്ത്യൻ സമയം 11:30 അവർ ഏറ്റുമുട്ടുന്നുണ്ട്. അതിനുശേഷം ഓഗസ്റ്റ് 10 രാവിലെ 7:30 രാത്രി 7:30 അവർ AC മിലാനുമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് അവർ ടീമിനെയൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സീസണിന് മുന്നോടിയായിട്ട് എസ്റ്റവായോ വില്യനൊക്കെ ഇപ്പോൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു. ഇനിയും ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർ സജീവമായിട്ട് ഇടപെടുന്നുമുണ്ട്. ഇപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് എൻസോ മരേസ്ക ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നു, നിക്കോളാസ് ജാക്സൺ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്, എന്തും സംഭവിക്കാം. അത് തന്നെയാണ് നിക്കോളാസ് ജാക്സൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ 2 സ്ട്രൈക്കർമാരെ സൈൻ ചെയ്തല്ലോ, സോ എന്തും സംഭവിക്കാം. ഫബ്രിസിയോ അടക്കമുള്ളവർ ഇത് സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ഫബ്രിസിയോയുടെ റിപ്പോർട്ടിൽ പറയുന്ന മരസ്കയുടെ വാക്കുകൾ, ആ ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല. എൻസോ മരസ്ക ഡസൻറ്റ് ക്ലോസ് ദി ഡോർസ്. നിക്കോളാസ് ജാക്സൺ എക്സ്പെക്റ്റഡ് ടു ലീവ് ചെൽസി എന്നാണ് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കോച്ച് പറഞ്ഞത്, ഈ വിൻഡോയിൽ ഡ്യൂറിങ് ദി വിൻഡോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അതുതന്നെയാണ് നിക്കോ ജാക്സൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ 2 സ്ട്രൈക്കേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്, സോ ലെറ്റ് സി ഏതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നിക്കോളാസ് ജാക്സൺ 24-കാരനായിട്ടുള്ള താരം ചെൽസിയിലേക്ക് എത്തുന്നത് 2023 VRL നിന്നായിരുന്നു ആ വരവ്. മോശമല്ലാത്ത പ്രകടനം അവിടെ നടത്തിയിട്ടുമുണ്ട്. സെനഗലിന് വേണ്ടി 20 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സ്ട്രൈക്കറാണ്. സോ അദ്ദേഹം ചെൽസി വിട്ടു പോകാനുള്ള സാധ്യതകൾ തെളിയുന്നു. അതോടൊപ്പം തന്നെ ലെവി കോൾവിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോൾവിലിൻ്റെ കാര്യത്തിൽ. എത്ര കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നറിയില്ല. ഹോപ്പ്ഫുള്ളി അധികം നീണ്ട കാലമാവില്ലെന്ന് കരുതുന്നു. ഇറ്റ്സ് എ പ്രോബ്ലം എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. എന്തായാലും നാളെ മികച്ചൊരു വിജയത്തോടു കൂടി ലോക ചാമ്പ്യന്മാർ പ്രീ സീസൺ ആരംഭിക്കട്ടെ എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.